വലിയ വരാൻ പോകുന്ന വലിയൊരു വിപത്തിനെ കണ്ടുകൊണ്ടാണോ ഈ പറയുന്ന വിജയ് ഇങ്ങനെ ചോദിച്ചത്? നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും? അവിടെ കൂടിയ ജനങ്ങളിൽ ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് DMK പാർട്ടിയിലുള്ള ആരെങ്കിലും അവിടേക്ക് കയറി ചെന്ന് അതിക്രമിച്ചുകൊണ്ട് ഇവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരു ഊഹാപോഹങ്ങളാണ്, ഒന്നും ഉറപ്പില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഉറപ്പിച്ച് പറയാണ് വിജയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. എന്തൊരു കഷ്ടമാണ്! ഇതാണോ മാധ്യമധർമ്മം? നാണം കെട്ട പരിപാടി. ഇതൊക്കെ നിർത്തിയിട്ട് വല്ല വേറെ പണിക്കും പൊക്കൂടെ? കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ശേഷം ഞാൻ കണ്ടൊരു കാര്യമാണ്, വിജയ് എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും മെഴുകലും പല ആളുകളുടെയും വിമർശനങ്ങളും ഒക്കെ ഞാൻ കണ്ടു. അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിജയ് അവിടെ നിന്ന് ഓടി മുങ്ങി അത്രേ. വിജയ് AC റൂമിൽ കയറി കഥ അടച്ചു അത്രേ. വിജയ് ഫ്ലൈറ്റിൽ കയറി ചെന്നൈയിലേക്ക് പോയി അത്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറ് പൊട്ടിക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരു പൊട്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വിജയ്ക്ക് അവിടേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം